അപ്പോൾ പാലക്കാട്ട് നിന്ന് സംഘർഷത്തിന്റെ വാർത്ത വരികയാണ്. പടക്കം പൊട്ടിച്ചതിൽ പോലീസുകാരും UDF പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. അവിടെ നേരിയ തോതിൽ സംഘർഷമുണ്ടാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാരിഖ് നവാസ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഷാരിഖ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ക്രിസ്റ്റീന, ഇപ്പോൾ അതായത് പാലക്കാട് മണ്ഡലത്തിലെ UDFന്റെ തിളക്കമാർന്ന വിജയത്തിൽ UDF പ്രവർത്തകർ പാലക്കാട് ഒലവക്കോട് നിന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി വരികയാണ്. ഇപ്പോൾ ആഹ്ലാദ പ്രകടനം CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ എത്തിയപ്പോഴാണ് പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ UDF പ്രവർത്തകരും തമ്മിൽ നേരിയ പ്രശ്നമുണ്ടായി. ഇവർ തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. പടക്കം പോലീസിന്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് പ്രകോപനപരമായി ഇവരുടെ അടുത്തേക്ക് ചെന്നതും പിന്നീട് ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നു. ഇതേ തുടർന്നാണ് പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ ഉന്തും തള്ളും തർക്കമുണ്ടായത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ നേതാക്കളെ ഇവിടെ എത്തിയിട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. എന്നാലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും വാക്കേറ്റവും അതുപോലെ തന്നെ ഉന്തും തള്ളും ഉണ്ടാവുന്നുണ്ട്. ഈ പോലീസ് ബസ് ഇവിടെ മറച്ചിട്ടുകൊണ്ടാണ് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പടക്കം പൊട്ടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ നേരിയ സംഘർഷത്തിലേക്ക് കടക്കാൻ കാരണമായത്. എന്തായാലും കൂടുതൽ പോലീസിനെ ഇവർ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും നേതാക്കളും ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. അനുജ, ക്രിസ്റ്റീന, തത്സമയ ദൃശ്യങ്ങളാണ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് UDF പ്രവർത്തകർ പടക്കം പൊട്ടിച്ചത്. അതിനെ തുടർന്ന് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് UDF പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കിയൊക്കെയുള്ള പ്രതിഷേധവും ആഹ്ലാദ പ്രകടനവും എല്ലാം തുടരുകയാണ് എന്നുള്ളതാണ്. പോലീസിന്റെ വലിയൊരു വിന്യാസം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷത്തിന്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പാലക്കാട്ട് നിന്നാണ് വരുന്നത്. അതിനിടെ മലപ്പുറത്ത് ലീഗിന്റെ വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരവും വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്പീക്കർ AN ഷംസീറിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ജനവിധി മാനിക്കുന്നു, പരാജയത്തോടെ ഇല്ലാതായി എന്ന് കരുതേണ്ട, തിരുത്തൽ ആവശ്യമെങ്കിൽ തിരുത്തും, 2031 തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം പറയുന്നുണ്ട്. ആന്റി ലെഫ്റ്റ് വേവ് ആണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ MV ജയരാജന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. 40 മണ്ഡലങ്ങളിലും പാർട്ടി വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് അതെ സ്പീക്കറുടെ അല്ലെങ്കിൽ ഷംസീറിന്റെ വിലയിരുത്തൽ എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി വിശദമായ പരിശോധനകളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. ആഴത്തിലുള്ള ജില്ലകളിൽ അതായത് CPIM ഇല്ലാതായി. അപ്പോൾ അതെന്ത് സംഭവിച്ചു? സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ പ്രശ്നമാണോ? എങ്കിലും MV ജയരാജന്റെ പ്രതികരണത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.